എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ള എൻ്റെ അമ്മാമേനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകണമെന്ന്. ഇന്ന് അത് യാഥാർത്ഥ്യമാവുന്ന ദിവസമാണ്. ഞാൻ രാവിലെ തന്നെ ഇറങ്ങി കുറച്ച് ട്രാവൽ ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യാനുള്ളത് ഒക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതുമെല്ലാം ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും റെഡിയാണ്. അമ്മാമേനെ യാത്രയാക്കാനായിട്ട് മാമന്മാരും ഫാമിലിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെയും അമ്മാമ്മയുടെയും കൂടെ ഈ യാത്രയിൽ അമ്മയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാനടക്കം മക്കളെയും കൊച്ചുമക്കളെയുമായിട്ട് ഒരുപാട് പേരെ യാത്രയാക്കാൻ അമ്മാമ്മ ഇതിനു മുമ്പ് എയർപോർട്ടിൽ വന്നിട്ട് മടങ്ങി പോന്നിട്ടുണ്ട്. ആ അമ്മാമ്മ ഇന്ന് എയർപോർട്ടിൽ നിന്ന് മടങ്ങി പോകുന്നില്ല, എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണല്ലോ എന്നുള്ള കാര്യം എന്നെ വളരെയധികം എക്സൈറ്റഡ് ആക്കുന്നുണ്ട്. അമ്മാമ്മ കൂടെ ഉള്ളത് കൊണ്ട് എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു, നമുക്ക് പ്രയോറിറ്റി കിട്ടുമല്ലോ. അതിനുശേഷം അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഒരു നെയ്റോസ്റ്റും കഴിച്ച് നമ്മൾ നേരെ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അമ്മാമ്മയുടെ മുഖത്ത് നല്ലോണം ഉണ്ട് കേട്ടോ. നമ്മളിന്ന് ദുബായിലേക്കാണ് യാത്രയാവുന്നത്. പക്ഷേ എയർ ഫെയർ കുറവ് അബുദാബിയിലേക്ക് കിട്ടിയത് കൊണ്ട് അബുദാബി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ബൈ റോഡ് ദുബായിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. അമ്മാമ്മ നല്ല കുട്ടിയായിട്ട് തന്നെ ഫ്ലൈറ്റിൽ ഇരുന്നു കേട്ടോ. ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും സമയത്തൊന്നും ഒരു പേടിയൊന്നും ഉണ്ടായില്ല. കാഴ്ചയൊക്കെ കണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് അബുദാബിയിലെത്തി. അങ്ങനെ അമ്മാമ്മ 82ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പുതിയൊരു രാജ്യത്ത് കാലുകുത്തി. എനിക്ക് ഒരുപാടധികം സന്തോഷമായത് കണ്ടപ്പോൾ. അങ്ങനെ അബുദാബി എയർപോർട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പെട്ടിയും എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഉണ്ണിമാമൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിമാമൻ അമ്മാമ്മയുടെ ആങ്ങളയുടെ മകനാണ് കേട്ടോ. അങ്ങനെ ഉണ്ണിമാമൻ്റെ വണ്ടിയിൽ നമ്മൾ നേരെ ദുബായ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഓൺ ദ വേ നമ്മൾ ചെറുതായിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ജസ്റ്റ് അമ്മാമ്മയ്ക്ക് UAE ഒരു ആദ്യ കാഴ്ച കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ചായയും കുടിച്ച് നേരെ ഉണ്ണിമാമൻ്റെ ദുബായിലെ ഫ്ലാറ്റിൽ നമ്മളെത്തി. ദുബായിലെ ഫ്ലാറ്റിൽ ഞങ്ങളെയും കാത്ത് ഉണ്ണിമാമൻ്റെ വൈഫ് ശ്രുതി ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ യാത്രയുടെ ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്. അമ്മാമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവും. അപ്പോൾ ശരി.